അതിനു മുമ്പ് ഒരു നെസ്റ്റു കറി ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് ആ സംഭവം നമുക്ക് ഇനി ഫ്രീസറിൽ നിന്ന് എടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ സംഭവം, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. സസ്പെൻസിലാ തുറക്കണേ. അരിഞ്ഞു കഴിഞ്ഞാൽ കഴുകണ്ടാത്ത പച്ചക്കറികളിൽ മാങ്ങ പെടില്ല അല്ലെ? ഇല്ല ഇല്ല, കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കൂന്ന് പറയൂലേ? ആലോചിക്കട്ടെ, പൊട്ടത്തരം പറഞ്ഞ വ്യൂവേഴ്സ് എന്നെ കളിപ്പിക്കില്ലേ? ഉണ്ടോ? ചക്കക്കുരു മാങ്ങ അമ്മ എന്നെ രാവിലെ തുടച്ചോണ്ട് നടക്കണേ. തുടച്ചോണ്ട് നടക്കണേ. പൊട്ടൊക്കെ ചുട്ടപ്പോ അവിടെയൊക്കെ ഇച്ചിരി ഇതൊക്കെ വീണ. എല്ലാ കുക്കിങ് കഴിയുമ്പോ തുടക്കാം. നിനക്ക് വ്യത്യസ്തമായ ഒരു പുട്ട് ചുടും, പക്ഷെ എന്റെ പുട്ട അവിടെ ഇരിക്കണം. ഇത് അമ്മയുടെ പുട്ടല്ല കേട്ടോ ഞാൻ കഴിക്കാൻ പോണേ, വേറൊരു പുട്ട. അത് നമുക്ക് സസ്പെൻസ്. അതിൽ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഏതായാലും കേട്ടോ. പഴം ഇല്ലെങ്കിലും കഴിക്കാന്നാണ് നീ പറഞ്ഞതാ, പക്ഷെ ഏതായാലും പഴം ചേർത്ത് കഴിക്കാം. അതിനു മുമ്പ് ഒരു നെസ്റ്റു കറി ഉണ്ടാക്കാനുണ്ട്. പഴമയുള്ള ഒരു കറി. അപ്പൊ ആ കറിക്ക് വേണ്ടി ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഐറ്റം എടുക്കണം. 2 ഐറ്റം ഫ്രീസറിൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ അതിൽ ഒരു ഐറ്റം ഫ്രഷ് ആയിട്ട് ഇപ്പൊ അവൈലബിൾ ആയതുകൊണ്ട് മാർജിൻ ഫ്രീ അപ്പം മേടിച്ചത് ഇവിടെ ഉണ്ട്. അപ്പൊ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, ചില സ്ഥലങ്ങളിൽ ആയി തുടങ്ങിയതാ വീടുകളിൽ. ആ സംഭവം നമുക്ക് ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും, ഫ്രീസറിൽ നിന്ന് എടുക്കണം. അതെങ്ങനെയാന്ന് അവസ്ഥയൊന്നും അറിയില്ല. ഡബ്ബയിൽ അടച്ചു വെച്ചേക്കുക. നമുക്ക് ഏതായാലും ഒന്ന് എടുത്ത് പരീക്ഷിക്കാം. എന്തായാലും കുഴപ്പമുണ്ടാവൂലെന്ന് വിചാരിക്കാം അല്ലെ? പിന്നെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം. അപ്പൊ അധികം വൈകിക്കണ്ട, അത് എടുത്ത് തണുപ്പ് മാറിയിട്ട് വേണം കറിക്ക് ഉപയോഗിക്കാൻ. എന്റെ പുറകെ പോരെ, എടുക്കാം. എടുക്കണം, നിങ്ങളെ ഒന്ന് കാണിക്കാം, നിങ്ങളെ കൊതിപ്പിക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ മാഷി പറയണതല്ലേ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ സംഭവം, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ്. പോന്നോളൂ, സൂം ചെയ്തോളൂ. ഇതന്നെ ഒരു കറുത്ത നിറയിനകത്ത്. ഇത് കറുത്ത നിറത്തില് ഇതിലാണ് ഇട്ട് വെച്ചേക്കണത്. ഇതൊക്കെ ചക്കയടി. മാങ്ങ ചമ്മന്തി അടിക്കാനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ എടുക്കാത്തയാവുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അവൈലബിൾ ആണല്ലോ അത്. ഇന്നാള് ചക്ക വേവിച്ചതിന്റെ കുറച്ച് അത്ര എടുക്കണ്ടെന്ന് ബാക്കി വെച്ചേക്കണം. ഇനിയിപ്പൊ ചക്കയൊക്കെ എടുത്ത് തീരണം. വല്യപ്പയുടെ അവിടെ ചക്കയായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്യാം. അടച്ചേച്ച് ഇത് ആവശ്യമുള്ളത് എടുത്തേച്ച് ബാലൻസ് ഇതിലേക്ക് തന്നെ ഇപ്പൊ തന്നെ വെക്കണം. എന്നാ പോരെ, എന്നാന്ന് കാണിക്കാം. എന്നിട്ട് വേണം സ്റ്റെബിലൈസർ മീത വെക്കാൻ. ഇതിപ്പോ തുറക്കലൊരു കെണിയായിരിക്കും കേട്ടോ. ഓ ഇപ്പൊ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അപ്പനെ ആശ്രയിക്കേണ്ടി വന്നേനെ. ഞാൻ വലിച്ചു പൊളിച്ചാ ചിലപ്പോ ഇതില്ല അടപ്പ. അതെ, ഇത് പിന്നെ മേടിക്കുന്ന പാത്രമൊന്നും അല്ലല്ലോ, ഐസ്ക്രീം ബൗളല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. സസ്പെൻസിലാ തുറക്കണേ. ചക്കക്കുരു അപ്പയുടെ ഒന്നും നോക്കാൻ പറഞ്ഞ അപ്പൊ പോയി. ഐസ് പിടിച്ചായിരിക്കണേ, ഐസ് പിടിച്ചിരിക്കണ ചക്കക്കുരു മാങ്ങിക്കാം. ഇനി നമുക്കില്ലേ അതെ ഇങ്ങനെ അടർന്നിരിക്കണം. അതെന്താ പോലും അങ്ങനെ അങ്ങനെയായിരിക്കും ഇതിലിരിക്കുന്നത്, അറിയില്ലല്ലോ. ഞാനേ ഒരു പാത്രം എടുത്തോണ്ട് വരാം, എന്നിട്ട് പാത്രത്തിലേക്ക് ഇടാട്ടോ. നമുക്ക് ഇത് എന്നാന്നറിയാമോ, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ചക്കക്കുരു അല്ലേ എത്രയായാലും ഒരു ചെരുവത്തിൽ വെള്ളത്തിലേക്ക് ഇടാം. ചക്ക ഇടുന്നത് പോലെയല്ല, ചക്ക ഇട്ട് കഴിഞ്ഞാൽ അത് അലിത്തു പോകും. ഇത് ഹാർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തണുപ്പ് പോയി കിട്ടിക്കോളും. അപ്പൊ നമുക്ക് ഞാനൊരു കാര്യം ചെയ്ത് ഇവിടെ ഒന്ന് വെക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ. എന്നിട്ട് ഇപ്പൊ കൊണ്ടുവരാം, ഒരു ചെരുവെടുത്തോണ്ട് വരാം. ഒരു 1.5 മാങ്ങയുള്ളൂ. 1/2 മാങ്ങ ഇന്നലെ പാവയ്ക്കാത്തോരൻ എടുത്തു. അപ്പൊ അതനുസരിച്ച് ചക്കക്കുരു മതി. കൂടുതൽ ചക്കക്കുരു കൂടിപ്പോയാ മാങ്ങയുടെ ടേസ്റ്റ് കിട്ടൂല. ഇങ്ങനെ ഫ്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. നല്ല കാര്യം. ഇത്ര മതിയില്ലേ? ഇത് മതി. അല്ല ഞാനിപ്പോ പറഞ്ഞത് കേട്ടില്ലേ, 1.5 മാങ്ങ ഇരിക്കണത്. അപ്പൊ മാങ്ങയുടെ അനുസരിച്ച് ചക്കക്കുരു ഇടണം. ചക്കക്കുരു കൂടിപ്പോയാൽ ചക്കക്കുരുയുടെ ടേസ്റ്റ് മുന്നിൽ നിന്നാ ചക്കക്കുരു മാങ്ങ വെക്കുമ്പോ ശരിയാവൂല. അതിന്റെ കോമ്പിനേഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ മാങ്ങ ഇന്നലെ ഞാൻ 2 മാങ്ങ മേടിക്കാവോളൂ എന്ന് പറഞ്ഞ് ഉദ്ദേശം ഇല്ലായിരുന്നു, പാവയ്ക്കാക്കി ഇടാൻ വേണ്ടി. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് 2 പൂള എടുത്തോളൂ ഒരു മാങ്ങയുടെ പാവയ്ക്കയിൽ ഇടാൻ. നല്ല തോരനായിരുന്നു കേട്ടോ, ഇരിപ്പുണ്ട്. ഇനി ആ തോരൻ ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് എടുക്കാം നമുക്കപ്പ. ഇതിന് പാകത്തിനുള്ള ആ മാങ്ങയ്ക്ക് പാകത്തിനുള്ള ചക്കക്കുരു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ പരിപാടി നോക്കാം. ഇത് എളുപ്പാ. ഇത് വേവിക്കുക, കുക്കറിൽ 2 വിസില് വേവിക്കുക, മാങ്ങ ഇടുക, അരപ്പി ഇറക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ ഫ്രീസറിൽ ഇരുന്ന ചക്കക്കുരുവേ ഞാൻ പറഞ്ഞല്ലോ ബ്രൗൺ തൊലി കളയണില്ലാന്ന്. അപ്പൊ
അപ്പൊ കറി വെക്കുമ്പോ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ പോലെ കറക്റ്റ് യെല്ലോ ആയിരിക്കൂല കേട്ടോ. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇത് കളയരുതെന്ന് ഇപ്പൊ എല്ലാരും പറയാനുണ്ട്. അത് പ്രമാണിച്ച് ഞങ്ങൾ കളയാതെ എടുക്കുന്നതാണ്. ഒരു 2 കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചുരണ്ടി മാറ്റിയേച്ച് എടുത്തോണ്ടിരുന്നത്. അത് കാരണം ഞാൻ കളയണില്ല. ഇനി കുക്കറിലിട്ട് വേവിക്കണ കാണിക്കാം. ഇത് നമുക്കേ മിക്കവാറും ഒറ്റ വിസിലിൽ വേവും. തെക്കിളികളൊന്നിരിക്കും. ശരിക്കും പിടിച്ചു നോക്കിക്കുക, ഒരു പഴമേ ഫീൽ ചെയ്യണില്ല. അതെ ഞാൻ ഒന്ന് ഒടിച്ചു കാണിച്ചു തരാം. അതായത് ഒടിക്കാൻ പറ്റില്ല. അത് ഫ്രഷ് ആയതുകൊണ്ടാ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓർത്ത പൊങ്ങ് പോലെയല്ലേ ആയി പോകുന്നത്. ഇല്ല, നല്ല ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്. കത്തിയല്ല ഒടി. ഞാനൊരു മിനിറ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഒടിക്കാൻ നോക്കിയിട്ടേ ഒടിയണില്ല. അതെ നിങ്ങളെ കൈ മുറിയോന്ന് പേടിയോ വെച്ച ഫിംഗർ ക്യാപ്പ് ഇല്ലാത്തോണ്ട് നോക്കിക്കേ. ശരിക്ക് സോ ഫ്രഷ് അല്ലേ? വളരെ നല്ലതാട്ടോ. ഇനിയിപ്പോ ചക്കക്കുരു ഒക്കെ ആവേണ്ട സമയമായി, ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും. അപ്പൊ നമുക്ക് വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എടുത്തങ്ങ് തീർക്കാം അല്ലേ? അപ്പൊ ചക്കക്കുരു കിട്ടാത്തവരെ എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചക്കക്കുരു കൂട്ടാൻ വെക്കുകയാണ്. കാര്യമുണ്ട്, ചില സ്ഥലത്തൊക്കെ ചക്ക മൂത്ത് അവർ ഉപയോഗിച്ചു തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചില ഏരിയയിൽ അവർക്കൊക്കെ ചക്കക്കുരു അവൈലബിൾ ആയിട്ടുണ്ടാവും ഇപ്പൊ. അതെ, ചക്ക മൂത്ത. ഞങ്ങക്ക് ചക്കയൊന്നും മൂത്തിട്ടില്ല. 2 ചക്കയൊക്കെ ആ കുഴപ്പ്ളാവയിൽ വിരിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇടിഞ്ചക്കപ്പാകം പോലും ആയിട്ടില്ല. ഞങ്ങക്ക് വൈകി ഉണ്ടാവണം. ഓരോ നാടുകളിലും ഓരോ സമയത്താ. പിന്നെ ഒട്ടുപ്ലാവാണെങ്കിൽ നേരത്തെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഉപ്പ്, ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ അരപ്പില് മഞ്ഞപ്പൊടി ചേർക്കാം. ഇതില്ലേ വെന്ത് കഴിഞ്ഞിട്ട് കലത്തിലിട്ട മാങ്ങ ഇട്ട് വേവിക്കണം കേട്ടോ. കുക്കറിലല്ല കേട്ടോ നമ്മള് വേവിക്കണം. ഇടയ്ക്കുവാണേ. ഒരു വിസിൽ മതി. ഒറ്റ വിസിൽ മതി, വെന്തോളൂ. മാങ്ങ കഴുകിയെടുക്കാം. ഞാൻ എങ്ങനെയാണോ ഈ ചട്ടി തന്നെ കേട്ടോ വേവിക്കണത്. കണ്ടോട്ടോ. അരിഞ്ഞു കഴിഞ്ഞാൽ കഴുകണ്ടാത്ത പച്ചക്കറികളിൽ മാങ്ങ പെടില്ല അല്ലേ? ഇല്ല. പാവയ്ക്ക കഴുകിയേച്ചായിരിക്കും. പിന്നെ കഴുകൂല. എന്നാന്ന് വെച്ചാൽ കയ്പ് കൂടുന്നൊക്കെ പറയണം. പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഇതാട്ടോ. അത് എത്ര കണ്ട് ഇതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനും ഒരു കാരണം അങ്ങനെ ചെയ്യാറ്. പിന്നെ വേറെ 2 കൂട്ടം പച്ചക്കറികളുണ്ട്. എടുക്കുമ്പോ പറയാം. ആലോചിച്ചുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് അങ്ങനെ കിട്ടൂല. എടുക്കുമ്പോ ഞാൻ പറയാം. നല്ല പുളിയാ മാങ്ങയ്ക്ക്. ചക്കക്കുരുല്ലേ 1 വിസിലല്ല 2 വിസിലടിപ്പിച്ചു. അതിനുശേഷം ഇളക്കി കാണിക്കാം കേട്ടോ. ചിരട്ടക്കയിൽ എവിടെ ഇരിപ്പുണ്ട്? ചിരട്ടക്കയില് എടുത്തു. അതല്ല, ഇവിടെ വലുത് വേണം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ സീസൺ അല്ലാത്തപ്പോ നമുക്ക് ഈ ചക്കക്കുരു, മാങ്ങ ഇതൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക കൊതിയാ. എനിക്ക് ഭയങ്കര കൊതിയാ. പക്ഷെ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മീച്ചം ഉണ്ടാവില്ല കേട്ടോ. ആദ്യമൊക്കെ രസമായിരിക്കും, പിന്നെ ആവുമ്പോ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെയൊക്കെ കാണും. ചെമ്മീനും മാങ്ങയും പിന്നെ നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് ഒരു കറിയാണ്. പക്ഷെ ഇതിനോടുള്ള താല്പര്യമൊക്കെ നമുക്ക് സീസൺ ആയി കഴിയുമ്പോ തീരും. സീസൺ അല്ലാത്തപ്പോ ഇത് ഭയങ്കര കൊതിയായിരിക്കും കാണാൻ. കിട്ടാനില്ലല്ലോ. കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കൂന്ന് പറയൂലേ? അങ്ങനെയല്ലേ? അതെ, അങ്ങനെ ആലോചിക്കട്ടെ. പൊട്ടത്തരം പറഞ്ഞ വ്യൂവേഴ്സ് എന്നെ കളിപ്പിക്കും. അതുപോലെ കിട്ടാത്ത ചക്ക കഴിക്കും. അത് ഞാനിപ്പോ ഉണ്ടാക്കിയതാ. പിന്നെ ഇങ്ങനെ കേക്കണേ. ഞാനില്ലേ ആലോചിച്ച് പറഞ്ഞില്ലെങ്കിൽ വ്യൂവേഴ്സ് ആയ എന്റെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും അമ്മ എന്നാ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ച് കളിപ്പിക്കും. അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് വെച്ച് പറഞ്ഞതാട്ടോ. തിങ്ക് ആൻഡ് ആക്ട്. അതെ, ഞാൻ പെട്ടെന്ന് വായിൽ ഓരോന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത് ശരിയല്ലേ എന്നൊന്ന് മനസ്സിൽ ചെക്ക് ചെയ്താ. നമുക്ക് മൂടി വെക്കാം. വേവട്ടെ. ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ടേക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇതില് ചക്കക്കുരു വേവിച്ചപ്പോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചേർക്കണ്ട. ഇനി അരപ്പിലേ ചേർക്കുള്ളൂ കേട്ടോ. ഇനി വേവട്ടെ കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ തേങ്ങയരപ്പ് ചേർക്കുക, കടുക് പൊട്ടിക്കുക. ആയിക്കോട്ടെ. ഓക്കെ. അപ്പക്ക് ഗ്രീൻ ടീയുടെ ടൈമായി. ഒരു പൂച്ചയുടെ ശബ്ദം കേട്ട് ഓടി ഇറങ്ങി വന്നതാട്ടോ. പക്ഷെ കാണാനില്ല. ഐ ആം സോ സാഡ്. നല്ലത് എങ്ങനെയാണെന്ന് അറിയില്ല. കൈ വേദന. ഇത് ഞാൻ പിടിക്കണമെങ്കിൽ അത് കഴിഞ്ഞൊന്ന് കയറി നോക്കിയേച്ച് പോരാ കേട്ടോ. സംശയമുണ്ട് ഇത് പൊങ്ങുണ്ടോന്ന്. അതിലെന്തായാലും ഉണ്ട്. കലയിൽ വെള്ളം തെറിക്കും. കാരണം അതേ ഒരു കുനുപ്പുണ്ട്. ഉണ്ടോ?
പ്രതീക്ഷ മങ്ങിപ്പോയി. കൊള്ളാവോ? മധുരയില്ല. ഈ കഴിയേച്ച് ഞാൻ ചിരണ്ട. നീ മൂളിൽ പോയ ചെന്നത്തേയും കുറച്ച് ചിരണ്ട പിടിച്ചോ. ഇവിടെ നിന്ന് നോക്കി അറിയാൻ പൊക്കത്തുണ്ടോന്ന്. ഈ തേങ്ങ കഴുകുവോ? അല്ല, ഇത് ഞാൻ വെള്ളം ഇങ്ങനെ അപ്പടി ഇത് പിടിച്ചത് കൊണ്ട് അപ്പടി അലമ്പായിട്ടിരിക്കുവാന്നെ പുറവും മുൻപും ഒക്കെ. അതുകൊണ്ട് കഴുകിയെടുക്കണം. നമുക്ക് എന്തായാലും ടെറസിന്റെ മുകളിൽ ഒന്ന് പോയി നോക്കിട്ട് വരാട്ടോ. അതേ വരുവാ. ഒരു മ്യാവ് മ്യാവ് കേട്ടു, പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. എന്നാണോ കാറ്റ് കൊള്ളാൻ വേണ്ടി ഫാൻ ഇട്ടേക്കുവാ. നട്ടുച്ചയായതുകൊണ്ടേ, നട്ടുച്ചയല്ല 11:30 ആയോളൂ, പക്ഷെ ഭയങ്കര ചൂടായി. അതുകൊണ്ടാ ഞാൻ ചേർന്നിട്ടോ. എനിക്കേ ഇരുന്ന് ചേർക്കേണ്ട ചിരവ് മാത്രമേ ഇഷ്ടമുള്ളൂ. ക്ലിപ്പ് ചെയ്യണ ചിരവ് മേടിക്കാന്ന് നീയും അപ്പൊ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്കത് ശീലം കുറവായതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. അത് കാരണം ഞാൻ ഇപ്പോഴും 2 തേങ്ങയൊക്കെ അവർ വരുമ്പോൾ ചിരണ്ടിച്ച് വെക്കും. പിന്നെ അരയ്ക്കാനുള്ള തേങ്ങ എപ്പോഴും ഞാൻ ഫ്രഷ് ആയിട്ട് ചിരണ്ടിയെടുക്കും. അപ്പൊ അരവ് നന്നായിട്ട് കിട്ടും. ഈ ചിരണ്ടി വെക്കുന്ന തേങ്ങ തോരൻ ഉപയോഗിക്കാനും പുട്ടിന് ഉപയോഗിക്കാനും ഞാൻ എടുക്കണം. ഞാൻ എന്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. തോരന് ഞാനത് എടുക്കും, പിന്നെ പുട്ടിനും എടുക്കും. ബാക്കിയുള്ള ഇങ്ങനെ അരയ്ക്കാനുള്ളതും തേങ്ങ ചിരണ്ടി പിഴിയാനുള്ളതും സ്ഥിരം ഫ്രഷ് ആയിട്ട് ചിരണ്ടിയെടുക്കും. ഇങ്ങനെയാ പതിവ്. എന്റെ കാര്യം പറഞ്ഞാട്ടോ. ഇപ്പൊ ആരും അനുകരിക്കണമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഓക്കെ. മുഴുത്ത മുറി തേങ്ങ, തേങ്ങയുടെ ഈ കറുപ്പ് ഇതാട്ടോ അതിൽ കിടക്കണം, പൊരിങ്ങൽ പോലെ. ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ പൊട്ടിച്ചപ്പോ അതിന്റെ കുനിപ്പ. പിന്നെ ചുമന്നുള്ളി യഥേഷ്ടമുണ്ട്. 1 ദളം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കാരണം ചക്കക്കുരു ഇട്ടേക്കണത് കൊണ്ട് ഒരു വെളുത്തുള്ളി നല്ലതാന്ന് എനിക്ക് തോന്നി, ഗ്യാസിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാകാതെ കേട്ടോ. അതെ. പിന്നെ എരിവ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള 2 or 3 എണ്ണം. നിങ്ങൾ പണ്ട് കളിപ്പിച്ചില്ലേ 2 കടുകെന്ന് എന്ന് പറഞ്ഞ പോലെ 2 or 3 തരി ജീരകം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ദേ മിക്സിയുടെ ചമ്മന്തി ബൗൾ അല്ല, അതിലും വലിയ ബൗളിലേക്ക് എടുത്തത്. കാരണം തേങ്ങ കൂടുതലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ 2ആയിട്ട് അരയ്ക്കണ്ടല്ലോ എന്ന് നോക്കാം. അതിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് മാക്സിമം അറിയാവുന്ന രീതിയിൽ അരച്ചെടുക്കുക. കാണിച്ചത് ഞാൻ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആരും അത് ഈ വീഡിയോയിലല്ല വെള്ളം കുടിക്കണത്, പിന്നെ പറയാം. മറ്റേ വീഡിയോ എടുക്കുമ്പോ പറയാം കേട്ടോ, അല്ലെങ്കിൽ കുടിക്കണ കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. വെള്ളം ഒഴിക്കുവാണേ. അവിടെ നിന്ന് എടുക്കണോണ്ട് ഇവിടെയൊക്കെ വെച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. നോക്കട്ടെ, മതി. അരയാനുള്ള വെള്ളം. 4-5 വേപ്പിലയും കൂടെ കഴിയിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അരയ്ക്കാനായിട്ട്. അത് മറന്നുപോയി. അത് നല്ല ടെക്നിക്കാണ്. ഇനി അരച്ചെടുക്കട്ടെ. അരയ്ക്കുമ്പോ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാ. ഇതിൽ ചേർന്നരഞ്ഞു കഴിഞ്ഞാൽ നല്ല രുചി വരുമല്ലേ വേപ്പിലയുടെ. അത് അരച്ചോണ്ട് വരാം. അരപ്പ് കണ്ടോ? അതെ, ഇച്ചിരി വെള്ളവും കൂടെ ഇതിലേക്ക് ഇതേ ഒഴിച്ചിട്ട് കലത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി മിക്സി കഴുകി വീണ്ടും ഒഴിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ തൽക്കാലം ദേ ഇത് ഒഴിക്കുവാണേ. ലൂസായി കിട്ടാൻ കുറച്ചുകൂടെ ഉണ്ട് അരപ്പ്. നമുക്ക് ലൂസാക്കണം. ചക്കക്കുരു ചേർന്നുകൊണ്ട് കറി നന്നായിട്ട് കൊഴുക്കും. അതെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ ചെമ്മീനും മാങ്ങയും പോലെയല്ല, ചെമ്മീനത്തിലും കൊഴുപ്പ് കൂടുതലുണ്ടല്ലോ ചക്കക്കുരുവിന്. അത് കൊഴുക്കും, കറി കൊഴുക്കും. അപ്പൊ നേർപ്പിച്ചെടുക്കണം മാക്സിമം, അല്ലെങ്കിൽ ഇരുന്ന് കണ്ടമാനം കൊഴുക്കും. ഇച്ചിരിയോടെ വെള്ളം എടുക്കാം കേട്ടോ. എന്നിട്ട് തിളപ്പിക്കണം. തിളയ്ക്കുമല്ല, കുറെ വരുമ്പോ ഓഫ് ചെയ്യണം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ചിലപ്പോ കുറവായിരിക്കും അരപ്പ് ചെന്നപ്പോ. നീ പറഞ്ഞ പോലെ നെസ്റ്റു കറിയായി. ഇത് ഉണ്ടായി തുടങ്ങി കഴിഞ്ഞ ആർക്കും വേണ്ട. 50 നോയമ്പ് പിടിക്കുമ്പോ സാമ്പാർ, ചക്കക്കുരു മാങ്ങി, പിന്നെ മാങ്ങാ മപ്പാസ്, പിന്നെ ഇതുണ്ട് മീനില്ലാത്ത അതല്ല, അതൊന്നുമല്ല. പിന്നെ ഒരു ചാറുകറിയും കൂടെ ഉണ്ടായിരുന്നു, മറന്നു കഴിഞ്ഞത് പറഞ്ഞപ്പോ. അങ്ങനെ മാറി 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 എനിക്ക് മോരുകാച്ചൻ. മീനില്ലാത്ത മീൻകറിയൊന്നും അന്നേരം അങ്ങനെ അധികം ഉണ്ടാക്കാൻ. പിന്നെ തോരനുകള്, ഒലത്തുകറ അങ്ങനെയൊക്കെ ആയിരിക്കാം നോയമ്പില്. കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഉള്ളി മൂക്കാൻ ഇട്ടേക്കണം. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ഒരു വറ്റൽമുളക് ഞാൻ എടുത്തതാ. അത് മതി അല്ലേ? ഡെക്കറേറ്റ് ചെയ്താലും അതെ, എരിവ് കൂടാൻ പാടില്ലല്ലോ. അതെ, ഞങ്ങൾക്ക് എരിവ് കുറച്ച് ഉപയോഗിക്കണോണ്ടാട്ടോ.
നമ്മൾ ഇടുവാണേ. പടം എടുത്തു കഴിയുമ്പോ ചെയ്യാം. പടം എടുത്തോ, എന്നിട്ട് ഞാൻ ചെയ്യാം എങ്ങനെയാന്ന് വെച്ചാൽ. പടമൊക്കെ എടുത്തോ? എന്നാ ഈ കയ്യിലെടുക്കുവാണേ. ആയിക്കോട്ടെ. ഓ, അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഒട്ടും വേസ്റ്റ് ആക്കാതെ. അതെ, കണ്ടോ? അതെ 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 അതെ. അപ്പൊ കറക്റ്റ് എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലില്ലായിരുന്നു. ഇല്ല, കൂടുതലുള്ളപ്പോ അമ്മ അങ്ങനെ ചെയ്യില്ല. കൂടുതലുള്ളപ്പോ എണ്ണ മാറ്റും. എണ്ണ അങ്ങ് ഒരിക്കലും ചെയ്യാറില്ല. ഇതിൽ മൂടി വെക്കോ പതിവ്. വേറെ ഏതെങ്കിലും ഉലത്താനെടുക്കും. ഇളക്കട്ടെ. ഇളക്കിക്കോ. പടം കിട്ടിയില്ല. നല്ല ഒരു കറിയാണ്. ഇതിന്റെ കൂടെ മുരിങ്ങാക്കോലും കൂടെ ഉണ്ടെങ്കിൽ അതിവിശേഷം അല്ലേ? എടുത്ത് കാണിക്കല്ലേ. ഇളക്കട്ടെ ആദ്യം. ഇത് വെച്ചാ എങ്ങനെയാ ഇളക്കി ശരിയാക്കണം, അത് മിക്സിങ് ആക്കണം, എന്നിട്ട് വേണം കോരിയെടുക്കാൻ. പരിസരം എല്ലാം പാത്രം ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എങ്ങനെയാ ഇങ്ങനെ? ചക്കക്കുരുവും മാങ്ങയും പ്രവാസികളുടെ നൊസ്റ്റാൾജിയ. വേണ്ട, ശരിയാ, വളരെ കറക്റ്റാണ്. പ്രവാസികൾക്ക് വലിയ കമ്പ. ഇത് കാണുമ്പോ കൗതുകായിരിക്കും. കഷ്ണം. നമ്മാസ് ഈറ്റിങ്ങിലേക്ക് കടക്കുവാണ്. ഇത് മുഴുവൻ അമ്മയ്ക്ക് തിന്നാനല്ല കേട്ടോ. ഈറ്റിംഗ് എ ഡേ. അതൊക്കെ അപ്പയുടെ സാധനങ്ങളാണ്. അതൊക്കെ എടുക്കുമ്പോ സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. വൈറ്റ് പ്ലേറ്റ് ആണ്. 3 പേർക്ക് എടുക്കാം. എന്റെ പ്ലേറ്റും കൂടെ കൊണ്ടുവരാം. ഇപ്പഴ് വരാൻ പറ, ചൂടാറാതെ എടുക്കാൻ. ചൂടാറാതെ വന്നോട്ടോ. ഞാൻ മീതയ്ക്ക് മീതെ വെക്കാത്ത എന്താന്നറിയോ? പ്ലേറ്റ് മീതയ്ക്ക് മീതെ വെച്ച അടിയിലുള്ള അഴുക്കുണ്ടെങ്കിൽ ടിഷ്യൂ ഒന്നും വെക്കുന്നില്ലല്ലോ, അപ്പൊ അതിലേക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുന്നത്. എന്റെ പ്ലേറ്റ് ഞാനിപ്പോ കൊണ്ടുവരാം കേട്ടോ. ഇപ്പഴ് വന്ന് എടുത്തു കഴിഞ്ഞാൽ എന്റെ പ്ലേറ്റ് കൊണ്ടുവരാം. ഇനി പിക്കിള് വേണ്ടായിരിക്കും ഇത്രേ ഉള്ളത് കൊണ്ട്. ചക്കക്കുരു മാങ്ങ. കൊഴുകൊഴുത്ത ചക്കക്കുരുവും കൊഴുകൊഴുത്ത മാങ്ങയും. ഇന്നലത്തെ പാവയ്ക്ക ഇന്നലത്തെ ചേന. നിങ്ങൾക്ക് 2 പേർക്കും ഉഗ്രനാട്ടോ അത്. നിങ്ങൾക്ക് 2 പേർക്കുള്ള ഞാൻ ഇച്ചിരി എടുക്കും പാവയ്ക്ക. അതും ഇന്നലത്തെ തന്നെ. പാവയ്ക്ക, ക്യാരറ്റ്, മാങ്ങ, സവോള, തേങ്ങയിട്ട തോരൻ. 3 പേർക്കുള്ള മീൻ വറുത്തത്. ഇപ്പഴെന്നെ വിളിക്ക. അപ്പ എന്നാ വരാത്തെ? അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണേ. ഇന്ന് സെൽഫ് സർവിങ് ആണ് കേട്ടോ. അപ്പയാണ് ഇന്ന് സെർവ് ചെയ്യുന്നത്. അപ്പയുടെ സെർവിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കറി പിന്നെ ഡെലീഷ്യസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ.